പാർട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്ത് പണി കിട്ടിയതായിരിക്കും ഭൂരിഭാഗം ആൾക്കാരും. അങ്ങനെ കിട്ടിയവരാണെങ്കിൽ ഇവിടെ കമോൺ നമുക്ക് സംസാരിക്കാം എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ഒരു ബിസിനസ്സിൽ പാർട്ട്നേഴ്സിനായിട്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാരന്റ്സ് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സ് ബിസിനസ്സിൽ പാർട്ട്നേഴ്സിനായിട്ട് ചെയ്തത് സക്സസ്ഫുൾ ആക്കിയത് കണ്ടിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കാം. അവർ നല്ല മനോഹരമായി ചെയ്തിട്ടുണ്ടായിരിക്കും, സക്സസ്ഫുൾ ആക്കിയിട്ടുണ്ടായിരിക്കും. അത് കണ്ട് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്ത അതേപോലെ ചില കാര്യങ്ങൾ നമ്മൾ കോപ്പി ചെയ്യും. അതിലൊരു കാര്യമാണ് നമ്മൾ വാക്കാൽ ബിസിനസ് ചെയ്യുക എന്നുള്ളത്. വാക്കാൽ ബിസിനസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വാക്കാണ് എപ്പോൾ വേണമെങ്കിലും മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 50-50% ആയിട്ട് ഒരു എയും ബിയും തമ്മിൽ ബിസിനസ് ചെയ്തെന്ന് വിചാരിക്കുക. അത് ചെയ്യുമ്പോൾ നമ്മൾ തുടക്കത്തിലൊക്കെ നല്ല രസത്തിൽ നമ്മളിങ്ങനെ പറയും, നീ അത്ര ചെയ്തോ, ഞാൻ ഇത്ര ചെയ്യാം, ഇന്ന കാര്യങ്ങളൊക്കെ നീ ചെയ്യും, ഇന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഉഷാറായിട്ട് തുടക്കല്ലേ അങ്ങ് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എയോ ബിയോ ഫിസിക്കലി മെന്റലി ഇമോഷണലി ഒക്കെ കുറച്ച് കൂടുതൽ ബിസിനസ്സിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ബിസിനസ് സക്സസ് ആയാലും ലോസ് ആയിട്ടുണ്ടെങ്കിലും പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം സക്സസ് ആകുമ്പോൾ അവൻ ചിന്തിക്കാൻ തുടങ്ങും. ഇപ്പോൾ എ ആണ് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തതെന്ന് വിചാരിക്കുക, അവൻ ചിന്തിക്കാൻ തുടങ്ങും, ഞാൻ ഇത്രയൊക്കെ എഫേർട്ട് ഇട്ട് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഈ ബിസിനസ് സക്സസ് ആക്കിയിട്ട് ഞാനിപ്പോൾ ഇതിനെ എനിക്ക് ഇതേപോലെ ഈക്വലി ഷെയർ ചെയ്യണത് തോന്നും. അതല്ല ലോസിക്ക് പോയാൽ വിചാരിക്കും, ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ട്, അതിന്റെ കൂടാതെ ഇനി ലോസ് വന്നാലും ഞാൻ എടുക്കണോ, അത് കുറച്ച് മറ്റോ എടുക്കട്ടെ എന്ന് ചിന്തിക്കാൻ തുടങ്ങും. ഇങ്ങനെ പ്രോഫിറ്റിൽ നിൽക്കുമ്പോഴും ലോസിൽ നിൽക്കുമ്പോഴും പ്രശ്നങ്ങളും ചിന്തകളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ വരാതിരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു വെക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്യുമെന്റേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമ്മളൊരു ബിസിനസ് തുടങ്ങാനിരിക്കുമ്പോൾ തന്നെ രണ്ട് പാർട്ട്നേഴ്സും പാടെ ഇരുന്ന് സംസാരിച്ച് കൃത്യമായി തയ്യാറാക്കണം പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞൊരു സാധനം. ഇന്നമായത്തെ റെസ്പോൺസിബിലിറ്റി നിനക്കുണ്ട്, ഇന്നമായത്തത് എനിക്കുണ്ട്, ആ കാര്യങ്ങൾ ഞാൻ ചെയ്യും, ഈ കാര്യങ്ങൾ നീ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് വന്നാൽ ഞാൻ ഇത്ര എടുക്കും, അല്ലെങ്കിൽ നീ ഇത്ര എടുക്കണം, ഇന്നമാതിരി ചെയ്യണം, ലോസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി എഴുതി വെച്ചൊരു ഡീഡ് അവിടെ ഇരിപ്പുണ്ട്, രണ്ടുപേരും സൈൻ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് അവിടെ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ വാക്ക് മാറ്റണം തോന്നിയാലും മാറ്റൂല. കാരണം എന്താ വെച്ചാൽ അത് ഇവിടെ ഇരിപ്പുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട്. അതല്ലാതെ നമ്മൾ ചെയ്യുന്ന സാധനം ശരിക്കും പറയുകയാണെങ്കിൽ ബിസിനസ് അല്ല, ലോട്ടറി എടുക്കണ പോലെയാണ്, കിട്ടിയാൽ പോയാൽ പോയി എന്നുള്ളതാണ്. ആ റിസ്ക് എടുക്കുന്നതിന് പകരം നിങ്ങൾ ബിസിനസ്സിൽ എപ്പോഴും പാർട്ട്നേഴ്സിനായിട്ട് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കണം. അങ്ങനെ തയ്യാറാക്കിയാൽ നമുക്ക് പരമാവധി തലവേദന ഒഴിവാക്കിയിട്ട് നമ്മുടെ ബിസിനസ് വൃത്തിയിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്.